പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെനിക്ക് ഷവർലെറ്റ് സ്പാർക്കിൻ്റെ ഒരു പുതിയൊരു റിപ്പയറിങ്ങിനായിട്ടൊരു മീറ്റർ വന്നിട്ടുണ്ട്. എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫ്ലിക്കറിങ് ആണ്. ഇഗ്നിഷൻ ഓണായി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഈ ഡിസ്പ്ലേ ഒന്നും ഓണാവത്തില്ല, ഈ സ്പീഡോമീറ്റർ വർക്ക് ആവത്തില്ല. നമുക്കിത് പൊളിച്ച് നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഒരു 85ഓളം മില്ലി ആമ്പർ എടുക്കേണ്ടതാണ്. ഇപ്പോൾ 20 ആമ്പർ എടുക്കുന്നുള്ളൂ, 20 മില്ലി ആമ്പർ എടുക്കുന്നുള്ളൂ. നമുക്ക് പൊളിച്ച് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ മീറ്റർ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് നോക്കണം എന്താണെന്നുള്ളത് സംഭവിച്ചതെന്നുള്ളത്. ഇങ്ങനെ ഫ്ലിക്കറിങ് ആയിക്കൊണ്ടേയിരിക്കും. ഡിസ്പ്ലേ ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള പവർ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കണം അതെന്താണെന്നുള്ളത്. ഇതാണ് ക്രിസ്റ്റലൊക്കെ നമുക്ക് മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ക്രിസ്റ്റൽ പോകാറുണ്ട്. ക്രിസ്റ്റൽ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ IC ഓണാവാനായിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ സഹായമുണ്ട്. ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും IC ഓണാവത്തില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ മീറ്റർ ഓൺ ആയിട്ടുണ്ട്. 86 മില്ലി ആമ്പർ കറക്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിന്. ഈ ക്രിസ്റ്റൽ ഞാൻ ഒരു പഴയതെടുത്തിട്ടായിരുന്നു ഒരെണ്ണം, ഈ IC ഓണാവാൻ വേണ്ടി. ഈ IC ഓണാവാൻ തരുന്ന കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓണായെങ്കിൽ മാത്രമേ ഇവിടെയുള്ള സിഗ്നലുകൾ മൊത്തം വരത്തുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഈ ICക്കകത്തൊരു PF ഇവിടെ ഉണ്ട്. ആ PF വാല്യൂ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, വീക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ക്ലസ്റ്റർ മീറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കവറൊക്കെ ഇട്ട് അടച്ച് നീഡിലൊക്കെ ഫിറ്റ് ചെയ്ത് 87 മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്. ഫുള്ള് ക്ലോക്ക്. അതിൻ്റെ ഓൾട്ടറേറ്ററിൻ്റെ ചാർജാണ് 12.8 വോൾട്ട്. ഇതിലാണ് നമുക്ക് റീസെറ്റ് ചെയ്യുന്നത്. 59,000 വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റഡൻലി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ഇത് ഓഫാവും. നേരത്തെ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഓണാകത്തില്ലായിരുന്നു, ഫ്ലിക്കറിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഓണാക്കുന്നു, സ്റ്റഡൻലി ഓണായി. ഡിലേ ഒന്നുമില്ല, ഒറ്റയടിക്ക് തന്നെ ഓണാകും. ഇപ്പോൾ ഞാൻ പാർട്സ് എല്ലാം മാറ്റിയപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.